ഹലോ, ഞാൻ താര ബ്രൈഡൽ. ഇത് വന്നിട്ട് അക്ഷയ നമ്മളെ ബ്രൈഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മോർണിംഗ് ലുക്കാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ സാരിയൊക്കെ ആദ്യം ട്രാപ്പ് ചെയ്ത് സെറ്റാക്കി. കാരണം സാരിക്ക് ചില സാരി നമുക്ക് നല്ല പണി തരാറുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് നമ്മളെ ബ്രൈഡ്സിന് സാരി അങ്ങോട്ട് കൊടുത്തു കൊടുക്കും. പിന്നെ അത് റിസ്ക് ഇല്ലല്ലോ. പിന്നെ മേക്കപ്പ് ഹെയർ സ്റ്റൈല് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. സാരി അങ്ങനെയല്ല, ചില സാരിക്ക് നെയ്ത്തിന് ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം സാരി അങ്ങോട്ട് സെറ്റാക്കും. പിന്നെ ടൈം വൈകിയാലും പ്രശ്നമില്ല. ഇത് നമുക്ക് 2 ബ്രൈഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഇവരെ വീട്ടിൽ നമ്മൾ ഒരു 2:30, 3 o'clock അതിനുള്ളിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ കിടക്കുന്നത് കാടാമ്പുഴയാണ്. ഇത് കുമ്പിടി നമ്മളെ കുറ്റിപ്പുറം ഉള്ളോട്ട് പോയിട്ടാണ്. നമ്മൾ ഐ മേക്കപ്പാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ നമ്മൾ ബേസ് എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുഴപ്പമില്ലാത്ത സ്കിന്നായിരുന്നു, നല്ലൊരു സ്കിന്നാണ്. പിന്നെ നല്ല മെലിഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ അക്ഷയ. നല്ല ക്ലയൻ്റായിരുന്നു. ഇവരെല്ലാവരും അടിപൊളിയായിരുന്നു. നല്ല സ്നേഹമുള്ള വീട്ടുകാരും ബ്രൈഡും എല്ലാം അടിപൊളി. നമുക്ക് ഓരോ വീട്ടിൽ ചെന്നാലും ഓരോരോ അനുഭവങ്ങളാണല്ലോ. അപ്പോൾ ഇത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മിക്ക വീടുകളിലും അടിപൊളി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഡീപ്പായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഡീപ്പായിട്ടുള്ള വീഡിയോസ് മേക്കപ്പിൻ്റെ ഇട്ടിട്ടുണ്ട്, ഒരുപാട് മുന്നേ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സെൻറ്റർ പോർഷനാണ് വേണ്ടത്. എല്ലാ കുട്ടികളും സജസ്റ്റ് ചെയ്യുന്ന സെൻറ്റർ പോർഷൻ മതി ചേച്ചി എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ എന്നാലും ഫേസ് നോക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി അത് ചെയ്ത് കൊടുക്കാറുണ്ട്, ബ്രൈഡ്സ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് കുഴപ്പമില്ല, ആൾക്ക് ഓക്കെയാണ്, ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ മേക്കപ്പ് പറഞ്ഞത് നമ്മളൊരു ഗ്ലോവി ആയിട്ട് കൊടുത്താണ്. സ്കിന്ന് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ബെറ്ററായിട്ട് തോന്നി. അപ്പോൾ നമ്മളൊരു ഗ്ലോവി ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഐ മേക്കപ്പ് ആയാലും ഒരു ലൈറ്റായിട്ട്, ഒരു നമ്മളെ ഡ്രസ്സിന് ചേർന്ന് ഒരു ലൈറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഐബ്രോ ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്യാനുണ്ടായിരുന്നു, ഒരു സുഗന്ധിയായ്മ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെൻറ്റർ പോർഷൻ എടുക്കാൻ സെൻറ്റർ എടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് ബാക്ക് കോംബ് ചെയ്ത് സ്പ്രേ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെൻറ്റർ പോർഷൻ എടുക്കുക. പിന്നെ അതിൽ നമ്മൾ പുൾ ചെയ്തിട്ടുണ്ട്. പുൾ ചെയ്തൊരു ഡിസൈനാണ്, സ്റ്റൈലാണ് കൊടുത്തേക്കുന്നത്. ഓരോ ലെയറും നമ്മളെടുത്ത് ബാക്ക് കോംബ് ചെയ്യുമ്പോൾ നമ്മളതിൽ സ്പ്രേ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അരപ്പട്ടയൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര ലൂസായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടു ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത്തിരി പോകുന്നൊരു കുട്ടിയാണ് കേട്ടോ അത്. ആൾ തീരെ ഇല്ല. അപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല പണിപ്പെട്ടു. സാരി ആയാലും പക്ഷേ നല്ലതാണ്, സാരി ക്ലോത്തും ഒക്കെ നല്ലതായിരുന്നു. നമുക്ക് ഉടുക്കാനും സുഖമായിരുന്നു. നമുക്ക് ചില സാരി ഭയങ്കരമായിട്ട് നമ്മളെ ഇൻറ വരപ്പിക്കും. ഇത് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എപ്പോഴും പറയുന്നത് സാരി എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഈ ഭയങ്കര കട്ടി കൂടിയ സാരി ക്ലോത്തൊന്നും എടുക്കാതെ നോക്കുക. നല്ല പണിയായിരിക്കും. നമ്മളെങ്ങനെയെങ്കിലും നിങ്ങൾക്കത് സെറ്റാക്കി തരും. പക്ഷേ അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഉടുക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ അക്ഷയുടെ ഫൈനൽ ലുക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ഹാപ്പി മാരീഡ് ലൈഫൊക്കെ കൊടുത്ത് നമ്മളവിടുന്ന് യാത്രയൊക്കെ അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് 2 പേർക്കുണ്ടായിരുന്നു. അങ്ങനെ അന്നൊരു ഹരിബരിയായിട്ടുള്ള ദിവസമായിരുന്നു. നമുക്ക് ഒന്നും അങ്ങനെ പറയാനോ ചെയ്യാനോ ഒന്നും പറ്റിയില്ല. വർക്ക് കഴിഞ്ഞു നമ്മളവിടുന്ന് ഓടി. പിന്നെ എന്തായാലും ഇവൾക്ക് നല്ലൊരു അടിപൊളി ജീവിതമാവട്ടെ അല്ലേ, എല്ലാവർക്കും പ്രാർത്ഥിക്കാം.